2026 ഏപ്രിൽ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. തുലാക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചോതി നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാക്കൂർ എന്ന് പറയുന്നത്. ഈ മാസം എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ പല വിധത്തിലും ധനം വരുന്നതിനും ഒരു സാധ്യത കാണുന്നു. തൊഴിലിൽ വളരെയധികം വിജയവും പ്രശസ്തിയും ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. ശാരീരിക മാനസിക സുഖവും ലഭ്യമാകുന്നതാണ്. ചില സ്ത്രീകൾക്ക് അന്യപുരുഷന്മാർ നിമിത്തവും ചില പുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ നിമിത്തവും ഉണ്ടായിക്കൊണ്ടിരുന്ന ശല്യങ്ങൾക്ക് കുറവ് വരും. അങ്ങനെ എന്തെങ്കിലും കേസുകൾ നിലവിലുണ്ടെങ്കിൽ അതെല്ലാം ഒത്തുതീർപ്പായി പോകും. ഭാര്യയോടും മക്കളോടുമുള്ള വഴക്കും പിണക്കവും ഒക്കെ മാറി കുടുംബത്തിന് ഐക്യത വരുന്നു. മക്കൾക്ക് ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിന് ശമനം വരുന്നു. അകാരണമായ പേടി, അതായത് ഭയങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. പല വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടിരുന്ന പല വഴിക്കും പല രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ചില വഴക്കുകളുണ്ട്. എല്ലാവരോടും ദേഷ്യമൊക്കെ ഉണ്ടാകും. അതെല്ലാം ഒരു കുറവ് വന്ന് മനസ്സിനൊരു ശാന്തി ലഭിക്കുന്നു. അതുപോലെ തന്നെ പാഴ്ചെലവുകൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് എവിടെ നിന്നുണ്ടാകുന്നുവെന്ന് കണ്ടുപിടിച്ച് അതെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുന്നു. മാനസികമായിട്ടുള്ള ഒരു ക്ഷേമം നിലനിൽക്കുന്നു. കീർത്തിയും വിശ്വസ്തതയും നിലനിൽക്കുന്നു. സ്വഭാവത്തിന് തന്നെ ഒരു ശുദ്ധി ലഭിക്കുന്നു. പല രോഗങ്ങളും കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഗ്രഹങ്ങൾ മോശം സ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദരന് ദോഷം ഉള്ളതായിട്ട് കാണുന്നു. ചില രോഗങ്ങൾ സഹോദരനെ ബാധിക്കാം. ശരീരത്തിൻ്റെ രക്തശുദ്ധീകരണം നടക്കുന്നില്ല എന്നാണ് കാണുന്നത്. അസൂയാലുക്കളായ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് പല രീതിയിലും പല അപവാദങ്ങളും പറഞ്ഞു വരുത്തുകയും നിങ്ങളെ തറപറ്റിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നതായിട്ട് കാണുന്നു. ഇവരെ ബുദ്ധിപൂർവ്വം തിരിച്ചറിയുക. ഇവർ നിങ്ങളെ കാണുകയും ചിരിക്കുകയും ഉള്ളിൽ പറയും വിദ്വേഷവും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. നിങ്ങളുടെ രഹസ്യങ്ങളും വീക്ക്നെസ്സും നിങ്ങളുടെ ആയിട്ടുള്ള അപാകതകളും കുറവുകളും ഒന്നും ഒരു കുടുംബ രഹസ്യം ഒരിക്കലും ഒന്നും ആരോടും നിങ്ങൾ പറയാണ്ടിരിക്കുക. പറഞ്ഞാൽ അത് പല ആപത്തുകളും ഉണ്ടാക്കും. നിങ്ങളുടെ ഭാവി പ്ലാനുകൾ ആരോടും പറയാതിരിക്കുക. എല്ലാ കാര്യത്തിനും ഒരു സ്വകാര്യത സൂക്ഷിക്കുക. തുറന്ന പുസ്തകമാകരുത്. അപകടം കാണുന്നു. അതുപോലെ തന്നെ പദവികളിൽ വീഴ്ച വരുന്നതിനുള്ള സാധ്യത കാണും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ടൊക്കെ പറഞ്ഞാൽ പദവികളിൽ തന്നെ വീഴ്ച വരാം. മനസ്സിന് ഏകാഗ്രത നഷ്ടപ്പെടുന്നതിന് സാധ്യതയുണ്ട്. ദുരിതങ്ങൾ വരാം. ആയതിനാൽ എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾക്കുള്ള മാർഗ് വിവരങ്ങൾ, അവർ വായിക്കുന്ന മാർഗിൻ്റെ വിവരങ്ങളൊന്നും പരസ്യമായി ക്ലബ്ബുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറയാണ്ടിരിക്കുക. അവർ എന്തിന് പഠിക്കാൻ, ഭാവിയിൽ എന്ത് പഠിക്കാൻ പോകുന്നുവെന്നും എന്താകുന്നുവെന്നും ആരോടും പറയാണ്ടിരിക്കുക. അത് കുറേ കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ട് ആൾക്കാർ അറിയുന്നതായിരിക്കും നല്ലത്. കണ്ണീർ, പ്രാക്ക്, ശാപങ്ങൾ മുതലാവ ഉണ്ടാകേണ്ട സാധ്യത കാണുന്നതിനാലാണ് ഇത് പറഞ്ഞത്. ഇനി ഈ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിനനുസരിച്ചാണ് ഓരോ ഫലങ്ങളും ഞാൻ പ്രവചിക്കുന്നത്. ആദ്യം ചിത്ര നക്ഷത്രക്കാർക്കാണ്. 18 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടുന്ന് വേറെ അന്യനാട്ടിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകൾ വരുന്നതിനോ വിരഹം വരുന്നതിനോ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവർ നിങ്ങളെ പല രീതിയിലും സഹായിച്ച ഒരാളായിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ ചില ചിത്ര നക്ഷത്രക്കാർക്ക് ഏതിനെയും ഒരു ഭയം വരുന്ന ഒരു അവസ്ഥയും വരാം. നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് കുടുംബസമേതം മാറി താമസിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചില ചിത്ര നക്ഷത്രക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കും. അവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ, അവരാഗ്രഹിച്ചതിലും കൂടുതൽ അവർക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിനും അതുമൂലം അവർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ഒരു സാമ്പത്തിക ഭദ്രത വരുന്നതിനും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും നല്ല മിത്രങ്ങളെ എന്തിനും ഏത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു മിത്രങ്ങൾ അവർക്ക് ലഭിക്കുന്നതിനും സാധ്യമാകുന്നുണ്ട്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സമയം വരാം. നിങ്ങളുടെ ഈ ഉയർച്ചയിലെല്ലാം
അസൂയാലുക്കളായ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് വേണ്ടാധീനങ്ങൾ പറഞ്ഞു വരുത്തുകയും അങ്ങനെ വന്നിട്ട് അതിൽ ചില പോലീസ് പരാതികളും കോടതി നടപടികളൊക്കെ വരേണ്ടത് സാധ്യത ഉണ്ടാകുന്നു. പക്ഷേ പിന്നീട് അത് സത്യാവസ്ഥ മനസ്സിലാക്കി അങ്ങനെ നിങ്ങളെ നിരപരാധിയാണെന്ന് തെളിയിക്കാനും സാധിക്കുന്നു. ഇതിൽ തന്നെ നിങ്ങളുടെ സംശയിച്ച് ചില ബന്ധുമിത്രാദികൾ നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോകുന്നതിനും പിന്നീട് സത്യാവസ്ഥ മനസ്സിലാക്കി തിരിച്ചു വരുന്നതിനും സാധിക്കുന്നു. അന്യദേശത്തേക്ക് പോകുന്നതിനും ഈ സമയത്ത് ഒരു അവസരം കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരങ്ങൾക്കും മാനഹാനിക്കൊക്കെ നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടത്ത്. അതുപോലെ മനോവിചാരങ്ങൾ, ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ നിങ്ങൾക്ക് കുറയുന്നു, മനഃശാന്തി ലഭിക്കുന്നു, ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകും, അത്ര മാത്രമേ ഉള്ളൂ. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവർക്ക് നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപ പദ്ധതികൾ, അവർ പണം നിക്ഷേപിച്ചിരിക്കുന്ന പദ്ധതികൾ നല്ല ഒരു ധനകാര്യ സ്ഥാപനമാണെങ്കിൽ പണമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പിൻവലിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് സാധിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരാം. അടുത്ത് ചോദ്യ നക്ഷത്രക്കാർക്കുള്ളതാണ്. 12 വയസ്സ് വരെയുള്ള ചോദ്യ നക്ഷത്രക്കാർക്ക് പല രോഗങ്ങളും ഈ പ്രായത്തിൽ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പ്രായത്തിന് അനുസരിച്ചുള്ള പക്വത ഇല്ലാത്തൊരവസ്ഥ ഇതിൽ ചില ചോദ്യ നക്ഷത്രക്കാർക്ക് വന്നേക്കാം. അതുപോലെ തന്നെ ഭയം വരാം, ഏത് വസ്തുവിനെയും എന്തിനേയും ഭയം വരാം. അതുപോലെ അവർക്ക് കുറച്ച് ദാരിദ്ര്യം, ചില ചോദ്യ നക്ഷത്രക്കാർക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളൊക്കെ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഉടുതുണിക്ക് മറുതുണിയില്ല, നല്ല വസ്ത്രങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥ വരാനും ഒരു സാധ്യതയുണ്ട്. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രയാസങ്ങളും അവർക്ക് അല്പാൽപമായി ഈ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ എല്ലാം അവർക്കിങ്ങനെ മാറിക്കിട്ടി അത് ജീവിതത്തിൻ്റെ ഒരു പുരോഗതിയിലേക്ക് വരേണ്ടതും ആയിട്ടും കാണുന്നുണ്ട്. അവർക്ക് ഈ സമയം അവർക്ക് നല്ല വസ്ത്രങ്ങൾ ലഭിക്കാം, ധനം ലഭിക്കാം, അതുപോലെ ഭക്ഷണത്തിന് പ്രശ്നമുണ്ടാകില്ല, അവർക്കെല്ലാം ലഭിക്കുന്നൊരു സാധ്യതയുണ്ട്. നല്ല വിദ്യാഭ്യാസം ലഭിക്കാം, അതുപോലെ നല്ല ജോലി ലഭിക്കാം. അതുകൂടാണ്ട് അവർക്ക് നല്ല സമ്പാദ്യമുണ്ടാകാം, നല്ല രീതിയിൽ അവർക്ക് വിവാഹം കഴിക്കാനും എല്ലാത്തിനും അവർക്ക് സാധിക്കുന്നു. ഈ സമയം അത് ആഗ്രഹിച്ച നല്ല തൊഴിൽ അവർക്ക് ലഭിക്കാം, അധികാര സ്ഥാനങ്ങൾ ലഭിക്കുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ളവർക്ക് ഇവരുടെ ഈ ജീവിതത്തിൽ ഇതുവരെ അവരിനി എല്ലാം തളർന്നു കിടക്കും, അല്ലെങ്കിൽ അവരിനി ഉയർച്ചയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ നല്ല രീതിയിൽ ഉയർന്ന് ജീവിതത്തിൽ ഒരു അധികാര സ്ഥാനം ലഭിക്കുന്നതിനാൽ ഇതിൽ അസൂയ മൂത്ത ആൾക്കാർ, ശത്രുക്കളായിരുന്നാലും ശരി മറ്റുള്ള ആൾക്കാരായിരുന്നാലും ശരി, നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ അവർ പല രീതിയിലുള്ള പ്രവൃത്തികൾ അവർ ചെയ്യും. അവർ ചില സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ഈ സമയത്ത് മാനഹാനി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. അതിലൊന്നും നിങ്ങൾ പെടാണ്ടിരിക്കുക. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടും. ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നടക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. പലവിധ സന്തോഷകരമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു സമയമാണ്. പ്രമേഹം മുതലായ ചില രോഗങ്ങളുള്ളവരാണെങ്കിൽ അത് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എങ്കിൽ തന്നെയും കൃത്യമായ വൈദ്യസഹായം ലഭിക്കുന്നതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെയുള്ളവർക്ക് മക്കൾക്കും പേരക്കുട്ടികൾക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരാം എന്നൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നിങ്ങൾ ഒരു ധനാഢ്യനാണെങ്കിൽ നിങ്ങൾ വസ്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടി ആൾക്കാരെ കള്ള കേസുകൾ പരാതികളൊക്കെ കൊടുക്കുകയും അതുപോലെ നിങ്ങൾക്ക് കൂടെ കോടതി ചെലവുകൾ വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതിൽ ചില ആൾക്കാർ ഇതിനൊന്നും പോകാണ്ട് നിങ്ങളെ ബലമായി തട്ടിക്കൊണ്ടുപോയി വസ്തുവകകൾ സ്വന്തമാക്കാൻ ഒരു ശ്രമം നടത്തിയേക്കാം. ആയതിനാൽ ഈ കാലഘട്ടത്തിൽ നടത്തുന്ന വസ്തുപരമായോ അല്ലാതെയുള്ള ക്രയവിക്രയങ്ങൾക്ക് ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയും വളരെയധികം ഒരു സംരക്ഷണയോടുകൂടി വേണം ഇതെല്ലാം ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക. 71 വയസ്സ് മുതൽ മുകളിലോട്ട് പ്രായമുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും ചതി, വഞ്ചന, മനപ്രയാസം, കുറച്ച് ഭയമൊക്കെ വന്നിരുന്നല്ലോ കഴിഞ്ഞ കാലഘട്ടത്തിൽ, അതെല്ലാം അവർക്ക് മാറിക്കിട്ടുന്നു. ധാരാളം പണം ലഭിക്കുന്നു. നിക്ഷേപ പദ്ധതികളിൽ നിന്നെല്ലാം അവർക്ക് ധാരാളം പണം ലഭിക്കുന്നു. ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അവർക്ക് ചില ഇതിൽ ചോദ്യ നക്ഷത്രക്കാർക്ക് ഒരു ഭാഗ്യം അവർക്ക് ലഭിക്കുന്നതിനാൽ സർക്കാരിൻ്റെ മുദ്ര വെച്ച ഔദ്യോഗിക വാഹനത്തിൽ അവർക്ക് സഞ്ചരിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു ഔദ്യോഗിക പദവി അവർക്ക് വഹിക്കുന്നതിനും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. അതുപോലെ വിശാഖ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് അടുത്ത് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് പല ഗുണകരമായ കാര്യങ്ങളും കുടുംബത്തിൽ നടക്കാം. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കാം. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ബന്ധുക്കളുടെ സഹായം ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്.
9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ വരുന്നതിന് ഇതിൽ ചില വിശാഖ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതികൾ, കോടതി നടപടികൾ വരാനും സാധ്യതയുണ്ട്. എന്നാൽ അവസാനമായ 4 വർഷങ്ങൾ, അതായത് 24 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു കുഴപ്പവുമില്ലാണ്ട് ജീവിതം നല്ല രീതിയിൽ പോകുന്നൊരു സമയമാണ്. വിദ്യാഭ്യാസത്തിനും തടസ്സങ്ങൾ മാറിക്കിട്ടി ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയി ഉന്നത വിദ്യാഭ്യാസം നേടാൻ അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ നല്ല തൊഴിൽ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ കിട്ടിയ ഒരു തൊഴിൽ പെട്ടെന്ന് ഉപേക്ഷിക്കരുത്. ആരോഗ്യം ഒരു പരിധിവരെ നല്ല രീതിയിൽ പോകുന്നതിന് സാധിക്കും. അതുപോലെ കലാരംഗത്ത് അവരുടെ അല്ലെങ്കിൽ സാംസ്കാരിക രംഗങ്ങളിലായിരുന്നാലും അവരുടെ കഴിവുകൾ അവർക്ക് തെളിയിക്കുന്നതിനും അതുമൂലം അവർക്ക് ജീവിതത്തിലൊരു പുരോഗതി ഉണ്ടാകുന്നതിനും സാധിക്കുന്നു. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇഷ്ടപ്പെട്ട വിവാഹം അവർക്ക് ജോഡിയെ കണ്ടുപിടിക്കുന്നതിനും വിവാഹമോ വിവാഹ നിശ്ചയമോ ഉടൻ തന്നെ നടക്കുന്നതിനും സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട തൊഴിൽ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നു. അവർക്ക് വീടും സ്ഥലവും വാഹനവും വസ്തുവകകളെല്ലാം വാങ്ങാനും ഒരു ഭാഗ്യം അവർക്കുണ്ട്. ധനധാന്യ സമൃദ്ധി ഉണ്ടാകും. ശരീരത്തിന് അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും. അലർജിയുടെ അസ്വസ്ഥതകളും മാറിക്കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ലഭിച്ച തൊഴിലിലെ തന്നെ വളരെ രീതിയിൽ പുരോഗതി ഉണ്ടാകും. കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കുന്നതിനും ഒരു ഭാഗ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കും. ധനനേട്ടം പ്രതീക്ഷിക്കാം. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും. ഈ സമയത്ത് ഐശ്വര്യങ്ങൾ നിലനിർത്താൻ വേണ്ടുന്ന പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പൊതുവെ ഗുണകരമായ ഒരു കാലഘട്ടമാണിത്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ചില ബുദ്ധിമുട്ടുകൾക്കെല്ലാം മാറി അവർക്ക് വളരെ നല്ല ഒരു സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് പുതിയ വീട് ലഭിക്കുന്നു, പുതിയ വാഹനം ലഭിക്കുന്നു, പിന്നെ അതുപോലെ അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള ഒരു സമയവും കൂടിയാണ്. അതിനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. ആഗ്രഹങ്ങളെല്ലാം നടക്കുന്ന ഒരു സബലീകരിക്കുന്ന ഒരു സമയമാണ്. 72 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് പല രീതിയിലുള്ള ധനനേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചെറിയ രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും അതൊക്കെ നല്ല ചികിത്സാ സമയത്തിന് ലഭിക്കുന്നത് മൂലം അതെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ വീഴാതെ നോക്കുക, ഒടുവ് ചതവുകളൊന്നും വരാതെ ശ്രദ്ധിക്കുക ശരീരത്തിന്. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ സകലവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.